നർമ്മത്തിൻ്റെ മേഖലയിലുള്ള പക്രുവിൻ്റെ ഒരു സ്ഥാനം ഒരുപക്ഷെ മറ്റ് നർമ്മ വിദഗ്ധന്മാരും അടിവരയിടുന്നതാണ്. അതുപോലൊരു വിദഗ്ധൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്രുവായിട്ട് എന്തോ കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. നമസ്കാരം പക്രു ചേട്ടാ, സുഖമാണല്ലോ? JB ജംഗ്ഷനിലിരുന്ന് തകർക്കുകയാണെന്ന് എനിക്ക് കാണുമ്പം തന്നെ അറിയാം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും പൊക്കം കുറവായ പക്രു അണ്ണൻ ഇത്രയും പ്രശസ്തിയിലേക്കെത്തി, അത് ശരിക്കും മറ്റാർക്കും കിട്ടാത്ത ഒരു അംഗീകാരം തന്നെയാണ്. പക്ഷേ ഈ പൊക്കം കുറവ് എപ്പോഴെങ്കിലും പക്രു അണ്ണന് ഒരു കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? ബസ്സിൻ്റെ ഫുട്ബോളും വാഷ് ബേസിനും. ബസ്സിൻ്റെ ഫുട്ബോളും വാഷ് ബേസിനും ഈ രണ്ടുമാണ് പ്രശ്നങ്ങൾ. ഉയരമുള്ള ആൾക്കാർക്ക് പിന്നെ സൗകര്യമായിട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും, അതായത് ഈ ചില സ്ഥലങ്ങളിലെ ഡോറിൻ്റെ ലോക്ക് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരും. അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. പ്രശ്നമില്ലെന്ന് പറയില്ല, പക്ഷേ അതിനൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം നേരിടും. മിക്കവാറും ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഉയരമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. പക്രുവിൻ്റെ ഒരുപാട് ആരാധകരുണ്ട്. ഈ ഉയരം കുറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഈ പരിപാടിയിൽ പക്രു വരുന്നു എന്നറിഞ്ഞ് അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർക്ക് പക്രുവിനെ അനുമോദിക്കണം എന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് പക്രു ഒരു ഹീറോയാണ്. ഈ പറഞ്ഞ കുറവുകളിൽ നിന്ന് ഒരുപാട് മിഴിവുണ്ടാക്കിയ ഒരാളോടൊരു ആദരവ് വേണമെങ്കിൽ നമുക്ക് നോക്കാൻ വേണം ക്വിക്കായിട്ട്. ഹായ് അജയ, ഓർമ്മയുണ്ടോ ഞങ്ങളൊക്കെ അത്ഭുതം എന്ന സിനിമയിൽ നമ്മൾ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ കുറേയൊക്കെ തമാശകളും ഞങ്ങളാൽ കഴിയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സമൂഹത്തിൽ ഈ പൊക്കക്കുറവ് വെച്ച് പലരും നമ്മളെ അവഹേളിക്കുകയാണ്. പക്ഷേ പക്രു എങ്ങനെയാണ് ഇത്രയും ഈ ഉയരക്കുറവുണ്ടായിട്ടും ഉയരങ്ങളിലേക്ക് കടന്നു വരുന്നത്? അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? അവർക്കൊരു കോൺഫിഡൻസ് കിട്ടണം പക്രുവിൽ നിന്ന്. ഭാഗ്യം. എന്നേക്കാൾ കഴിവുള്ള പല താരങ്ങളും ഇവരുടെ ഇതിലുണ്ട്. അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ തന്നെ മികച്ച നർത്തകരും അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തോ അതിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ തുടക്കം എന്ന് പറയുന്നൊരു നല്ല തുടക്കമായിരുന്നു. യുവജനോത്സവ വേദികളിലൂടെ വന്ന് ഞാനൊരു നിമിഷം ഒരു സിനിമ കൊണ്ട് പെട്ടെന്ന് വന്നതല്ല. അല്ല, പക്രു ദീർഘകാലം ആ രംഗത്ത് വിരാജിച്ച ശേഷം വന്നതാണ്. അതുപോലെ ഒരുപാട് അനുഭവ സമ്പത്ത്. നമ്മളെവിടെ എങ്ങനെ പ്രതികരിക്കണം, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം. പക്രു പ്രതികരിക്കുന്നതിനൊന്നും പക്രു കുറവക്കാരല്ല. പറഞ്ഞാൽ വിനയനെതിരെ സിനിമാ ലോകം വലിയൊരു അളവിൽ അണിനിരന്നപ്പോഴും പക്രു അതൊന്നും നോക്കില്ല. പക്രുവിൻ്റെ അഭിപ്രായം പറഞ്ഞു. അല്ല സാറ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, അത്ഭുതദ്വീപ് എന്ന ചിത്രം വിശ്വാസത്തോടു കൂടി എനിക്ക് തന്ന ആളാണ് അദ്ദേഹം. പക്രുവിന് വേണമെങ്കിൽ വേറൊരു നിലപാടെടുക്കായിരുന്നു, പക്ഷെ എടുത്തില്ല. ഒരിക്കലും ഇല്ല. ഞാനത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ എല്ലാവരും എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. ആരെങ്കിലും പറഞ്ഞോ, ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തിയോ ഈ പരിപാടി? ഒരിക്കലും എന്നെ ആരും അതാണ് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വലിയ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ ഇവരെക്കാളൊക്കെ മികച്ചൊരു കഴിവ് കൊണ്ടാണ് ഞാൻ ഈ ഇതിലെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ മണ്ടനായി പോകും. ഒരിക്കലുമല്ല. പക്രുവിനോട് സ്നേഹവും ആരാധനയുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാളെ ഞാൻ കാണിക്കാം. എൻ്റെ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലാന്ന് തോന്നുന്നു. കാരണം ചോദ്യങ്ങളുടെ വലിയൊരു സിംഹം, അവിടെ സിംഹത്തിൻ്റെ മുന്നിലാണ് താങ്കളിപ്പോൾ ഇരിക്കുന്നത്. എന്നിരുന്നാലും എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കുകയാണ്. ഒന്ന്, താങ്കൾ ധാരാളം സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പോൾ അടുത്തിടെ ഒരു സിനിമ സംവിധാനം ചെയ്തു, കുട്ടിയും കോലും എന്നുള്ള സിനിമ. ആ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ആ ലൊക്കേഷനിൽ താങ്കൾ ചിലപ്പോൾ ഓർത്ത് കാണില്ല, എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യം, എൻ്റെ സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള രണ്ട് വില്ലന്മാർ, ഗുണ്ടകൾ, അവർ ഷോട്ടിൽ എഴുന്നേറ്റ് വരേണ്ട സീനുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ആദ്യം അവർക്ക് നിർദ്ദേശം കൊടുത്തു എഴുന്നേറ്റ് വരണം. അതിനിടയ്ക്ക് ആരോ അവിടെ ഇരുന്നാൽ മതി എന്തോ പറഞ്ഞിരുന്നു. ടേക്ക് വന്നപ്പോൾ അവർ എണീറ്റ് വന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എണീറ്റ് വന്നില്ല എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഈ പടത്തിൻ്റെ ഡയറക്ടർ ഞാനാണെന്നുള്ള വളരെ ആധികാരികമായിട്ട് താങ്കൾ സംസാരിക്കുകയുണ്ടായി. താങ്കളുടെ ആ ഒരു കർക്കശമായിട്ടുള്ള ആ ഒരു നിർദ്ദേശം എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്രുവിൻ്റെ നിശ്ചയദാർഢ്യം, കമാൻഡിങ്, അതാണിപ്പം അബു സലീം കിട്ടുന്നത്. ഒരു ഡയറക്ടർക്ക് വേണ്ട ക്വാളിറ്റികളൊന്നാണ് കമാൻഡിങ് പവർ.
നമ്മൾ കമാൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും, കാരണം സിനിമയെന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറേ ആൾക്കാരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റൂ. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ. പക്രുവിൻ്റെ ഒരു സാമൂഹ്യ രംഗത്തേക്കുള്ളൊരു ഒരു മാറ്റം ഒരുപക്ഷെ പക്രു ദുഃഖിക്കുന്നവരുടെ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരുടെ മനസ്സിൻ്റെ താളം മനസ്സിലാക്കുന്നുണ്ട്. അയമനത്തുള്ള സാന്ത്വനം. കിട്ടുന്നതിലൊരു പങ്ക് കൊടുക്കണം, അല്ലേ പക്രു? തീർച്ചയായിട്ടും. കുട്ടികൾ എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. എൻ്റെ സിനിമകളൊക്കെ തന്നെ ഇപ്പോൾ ചാനലിൽ വരുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ടെലികാസ്റ്റ് വരുന്നതിൻ്റെ പിന്നിൽ ഒരു പരിധിവരെ കുട്ടികളുമുണ്ട്. കാരണം കുട്ടികൾക്ക് നമ്മളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആരോരുമില്ലാത്ത കുട്ടികളെന്ന് പറയുമ്പോൾ മനസ്സിന് പിന്നെ എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു വരുമാനവും എൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയും കാര്യങ്ങളും വെച്ചിട്ട് വളരെ വൈഡായിട്ടൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എന്നാൽ തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ചെറിയൊരു കൈസഹായം ചെയ്യാൻ തന്നാലായത് ഒന്ന്. രണ്ടാമത് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. അവർക്കൊന്നും കൊടുക്കണ്ട. അവരെ ഇടയ്ക്കൊന്ന് പോയി കണ്ട് എന്തൊക്കെയുണ്ട് മക്കളെ എന്ന് വിളിച്ച് അവരുടെ അടുത്ത് പോയി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും അവരുടെ കണ്ണുകളിലുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു 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 എന്താ പറയുന്നത്, ഒരു സ്ഫുരണം എന്നൊക്കെ പറയുന്ന പോലെ വന്ന് കെട്ടിപ്പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പക്രുവിൻ്റെ ഈ സദ്മനസ്സ്, സദ്ഭാവനയാണ് ഒരുപക്ഷെ പക്രുവിനെ ഇവിടെ എത്തിച്ചത്. പക്രുവിൻ്റെ സാന്നിധ്യം ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ചില അവസ്ഥകളിൽ വന്ന് ഭവിക്കുന്ന ആൾക്കാർക്ക് പക്രു നിൽക്കുമ്പോൾ തന്നെ പക്രുവിൻ്റെ ആ ഉയരം കണ്ട് അവരുടെ ഉയരക്കുറവ് അവരതിജീവിക്കുകയാണ്. ഒരുപക്ഷെ പക്രുവിനെ പോലെ ഇതുപോലെ ജീവിതം വിജയം നേടിയ ഒരുപാട് പേരുടെ സ്മരണകളും അവരുടെ ചെയ്തികളുമായിരിക്കാം സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഈ കരുത്ത് പകരുന്നത്. അവർക്കൊരു പ്രചോദനമായിട്ട് പക്രു മാറട്ടെ. ഈ സംഭാഷണം അവസാനിക്കുമ്പോൾ അവർക്ക് വേണ്ടി പക്രുവിൻ്റെ വക 2 വരി പാട്ടും കൂടെ പാടിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ മാമ്പഴം പോലെ പങ്കപ്പെണ്ണ എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ആ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ. ഇളം കനിക്കിന്റെ കണ്ണുകുത്തു തെറിച്ച് തുള്ളണം മിണ്ടാ പെണ്ണ. വാ 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 തട്ട് തട്ടട തട്ടാളി മുട്ടു മുട്ടട പുട്ടാളി തട്ടിക്കൊട് മുട്ടിക്കൊട് മുട്ടി തട്ടിക്കൊട് തട്ടാളി തട്ട തട്ടട തട്ടാളി മുട്ടു മുട്ടട പുട്ടാളി തട്ടിക്കൊട് മുട്ടിക്കൊട് മുട്ടി തട്ടിക്കൊട് തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്ക മാമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തി എത്താ കൊമ്പത്തെ തത്തപ്പെണ്ണ.